ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്സ് ആണ്. ആദ്യത്തേത് പനി എന്ന പ്രതിരോധ പ്രവർത്തനത്തെക്കുറിച്ചാണ്. മറ്റൊരു ടോപ്പിക് ലിംഫോസൈറ്റുകളെയും കുറിച്ചാണ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. പനി ഒരു പ്രതിരോധ പ്രവർത്തനം. ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശരീര താപനില സാധാരണ നിലയിലും ഉയരുന്ന അവസ്ഥയാണ് പനി. അത് നമുക്കറിയാം അല്ലേ? നമ്മുടെ ശരീരത്തിൽ പനി എപ്പോഴാണ് ഉണ്ടാവുന്നത്? നന്നായിട്ടൊരു ചൂടെടുക്കും അല്ലേ? നമ്മുടെ ശരീരത്തിൽ ഒരു ചൂടുണ്ടാവും. എന്നാൽ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 37 ഡിഗ്രി സെൽഷ്യസിലും കൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില വർദ്ധിക്കുന്നതും അത് പനിയായി മാറുന്നതും. 37 ഡിഗ്രി എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലെ മെഷർമെൻ്റ് ആണ്. 37 ഡിഗ്രി എന്ന് പറയുന്നത്. എന്നാൽ അത് ഫാരൻഹീറ്റിലാണെങ്കിൽ അത് എത്രയായിരിക്കും? 98.6 ഡിഗ്രി ആയിരിക്കും. രണ്ടും ഒരേ ടെമ്പറേച്ചർ തന്നെയാണ്. ഫാരൻഹീറ്റിലാണെങ്കിൽ അത് 98.6 ഡിഗ്രി എന്നും സെൽഷ്യസിലാണെങ്കിൽ അത് 37 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. പനി ഒരു രോഗമാണോ രോഗലക്ഷണമാണോ? അപ്പോൾ പനി എന്ന് പറയുന്നത് കൃത്യമായ ഒരു രോഗമാണോ അല്ലെങ്കിൽ മറ്റൊരു രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് താഴെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അതിലൂടെ പനി എന്ന് പറയുന്നത് ഒരു രോഗമാണോ അല്ലെങ്കിൽ മറ്റൊരു രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ബാക്ടീരിയ ആകട്ടെ, വൈറസ് ആകട്ടെ, അല്ലെങ്കിൽ ഫംഗസ് ആയിക്കോട്ടെ, ഏതാണോ രോഗാണു അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ശ്വേതരക്താണുക്കളാണല്ലോ നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ രോഗാണുക്കളെയും നശിപ്പിക്കാനായിട്ട് ആദ്യം മുൻകൈ എടുക്കുന്നത് അല്ലേ? അപ്പോൾ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവ എന്ത് ഉൽപ്പാദിപ്പിക്കും? നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവ വിഷവസ്തുക്കൾ ഉൽപ്പാദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ സാന്നിധ്യം ആര് മനസ്സിലാക്കും? ശ്വേതരക്താണുക്കൾ മനസ്സിലാക്കി അവ ഉത്തേജിപ്പിക്കുന്നു. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയരാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവ വിഷവസ്തുക്കൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് ശ്വേതരക്താണുക്കൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ശ്വേതരക്താണുക്കൾ ഈ രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള രാസവസ്തുക്കൾ ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശ്വേതരക്താണുക്കൾ ഈ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരുകയാണ് ചെയ്യുന്നത്. ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു. ഫാഗോസൈറ്റോസിന്റെ ഫലപ്രാപ്തി കൂട്ടുകയും ഈ ഒരു ശരീരത്തിന്റെ താപനില ഉയരുന്നത് മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ താപനില ഉയരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള രോഗാണുക്കളുടെ പെരുകൽ, മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു ആണ് വന്നതെങ്കിൽ കൂടി അവ പെരുകുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ പെരുകൽ പ്രക്രിയ നടക്കും. എന്നാൽ ശരീരത്തിന്റെ താപനില കൂടിക്കഴിഞ്ഞാൽ രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഒപ്പം ഫാഗോസൈറ്റോസിസ്. എന്താണ് ഫാഗോസൈറ്റോസിസ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. പെട്ടെന്ന് തന്നെ ഫാഗോസൈറ്റോസിസ് എന്ന ഒരു പ്രവർത്തനം നടക്കുകയും രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കാനും ശരീര താപനില ഉയരുന്നതുകൊണ്ട് സാധിക്കും. അപ്പോൾ ശരീര താപനില ഉയരുക എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് പനി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ? ശരീരത്തിന് താപനില ഉയരുക എന്ന് പറയുന്നത് നമുക്ക് പനി ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പനി എന്ന് പറയുന്നത് എന്താണെന്ന്. അതൊരു പ്രതിരോധ പ്രവർത്തനമാണ്. എന്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനമാണ്? നമ്മുടെ ശരീരത്തിനകത്തേക്ക് രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയുടെ പെരുകൽ നിരക്ക് കുറയ്ക്കാനും ഫാഗോസൈറ്റോസിസ് എന്ന ഒരു പ്രോസസ്സിൻ്റെ ഫലപ്രാപ്തി കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരുന്നത്. നമ്മുടെ ശരീരത്തിലെ താപനില ഉയരുന്നത് എപ്പോഴാണ്? ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ള രോഗാണുക്കൾ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് ശ്വേതരക്താണുക്കൾ അവയ്ക്കെതിരെ, ഈ വിഷവസ്തുക്കൾക്കെതിരെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരുന്നത്. അപ്പോൾ പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആ രോഗാണുക്കളെ തടയാനുള്ള രോഗപ്രതിരോധ പ്രവർത്തനം മാത്രമാണ് പനി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആലോചിക്കുക എന്തായിരിക്കും ചില രോഗാണുക്കൾ, ഏതൊക്കെയായിരിക്കാം? ബാക്ടീരിയ ആയിരിക്കാം, വൈറസ് ആയിരിക്കാം, ഫംഗസ് ആയിരിക്കാം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവയ്ക്കെതിരെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ പനി വരുമ്പോൾ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? രോഗാണുബാധ നിയന്ത്രണാതീതമാകുന്ന സാഹചര്യങ്ങളിൽ താപനില ക്രമാതീതമായി ഉയർന്നേക്കാം. അപ്പോൾ താൽക്കാലിക ആശ്വാസത്തിനായി താപനില കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കാമെങ്കിലും പനിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്.
ദീർഘസമയം താപനില ഉയർന്നു നിൽക്കുന്നത് മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ആന്തരാവയവങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം. അതിനാൽ പനി കൂടിയാൽ എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. പെട്ടെന്ന് തന്നെ ഒരു ദിവസം പനി വന്നിട്ട് പിറ്റേ ദിവസം തന്നെ പനി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും അങ്ങനെ അത്രയും വലിയ രോഗാണുക്കളൊന്നുമല്ല നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്. കാരണം ആ പനി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു രോഗാണുക്കളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. പനി എന്ന പ്രതിരോധ പ്രവർത്തനം കൊണ്ട് രോഗാണുക്കളെ നിയന്ത്രിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഇല്ല തന്നെ വിചാരിക്കാം. എന്നാൽ രോഗാണുബാധ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. രോഗാണുക്കൾ കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഈ രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ താപനിലയും ഉയർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ രോഗാണുബാധ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ശരീരത്തിൻ്റെ താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ താൽക്കാലിക ആശ്വാസത്തിനായി നമ്മൾ എന്ത് ചെയ്യും? ചില മരുന്നുകളൊക്കെ എടുത്ത് കഴിക്കും അല്ലേ? പാരസെറ്റമോളാണ് എല്ലാവരും കഴിക്കുന്നത്. നമുക്ക് ഡോക്ടറൊന്നും നമ്മൾ പോയില്ല. ആദ്യം തന്നെ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് 2 പാരസെറ്റമോൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് മാറുമെന്ന് കരുതിയിട്ട് നമ്മളത് കഴിച്ചിരിക്കുകയാണ് ചെയ്യുക. എന്നാൽ താപനില കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കാമെങ്കിലും പനിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പനി വരാൻ എന്താണ് കാരണം എന്ന് ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിനെതിരെയുള്ള മരുന്നാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെക്കണം. പനി ഒരു ദിവസം വന്നത്, ഇന്നിപ്പോൾ ഒരു പനി വന്നിട്ടുണ്ട്, ഇപ്പോൾ രാവിലെ വന്നു, എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് പനിയൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള രോഗാണുക്കൾ അത്ര വലിയൊരു അപകടകാരികളൊന്നുമല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു പനി ക്യൂർ ആയിട്ടുണ്ട് അല്ലേ? മാറിപ്പോയിട്ടുണ്ട്. ആ ഒരു പനി വന്നതിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള രോഗാണുക്കളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം തന്നെ പനി മാറിയല്ലോ. എന്നാൽ പനി മാറാതെ വരികയാണെങ്കിൽ രോഗാണുബാധ നിയന്ത്രണാതീതമാണ്. രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവ പെരുകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയും അതിനനുസരിച്ച് ഉയരും. ഇവയെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ താപനില ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്താണ് ഈ ഒരു പനി വരാൻ കാരണമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ മരുന്നുകൾ കഴിക്കുകയാണ് വേണ്ടത്. ദീർഘസമയം താപനില ഉയർന്നു നിൽക്കുന്നത് മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ആന്തരാവയവങ്ങളെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം ആന്തരാവയവങ്ങളുണ്ടല്ലോ അല്ലേ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള മസ്തിഷ്കം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളെയും എല്ലാ ആന്തരാവയവങ്ങളെയും എന്ത് ബാധിക്കാം? ഇങ്ങനെ ദീർഘസമയം വളരെയധികം സമയം നമ്മുടെ ശരീരത്തിലെ താപനില ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അതിനാൽ പനി കൂടിയാൽ എത്രയും വേഗം ഡോക്ടറെ അടുത്ത് പോവുക. അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കും വേണം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം കേട്ടോ. രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതാണ് പൊതുവായ പ്രതിരോധം. പൊതുവായ പ്രതിരോധം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് രോഗാണു ഏതാണെന്നൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. ബാക്ടീരിയ ആകട്ടെ, വൈറസ് ആകട്ടെ, ഫംഗസ് ആകട്ടെ, ഏത് രോഗാണു ആണെങ്കിലും എല്ലാത്തിനും ഒരേപോലെയുള്ള പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് രോഗാണു നമ്മുടെ ശരീരത്തിനകത്തേക്ക് വന്നാലും അവിടെ സവിശേഷതകളൊന്നും നമ്മൾ പരിഗണിക്കില്ല. ബാക്ടീരിയ ആണോ അതെന്നൊന്നും നമ്മൾ നോക്കാൻ പോവില്ല. അപ്പോൾ അവയുടെ സവിശേഷതകൾ ഏത് രോഗാണുവാണോ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അവയുടെ സവിശേഷതകളൊന്നും പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ ഒരേ ടൈപ്പായിട്ട് പ്രതിരോധം ഡിഫൻസ് തീർക്കുന്നതാണ് പൊതുവായ പ്രതിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ലിംഫോസൈറ്റുകൾ. കണ്ടോ? ലിംഫോസൈറ്റുകൾ എന്താണ് ചെയ്യുന്നത്? പൊതുവായിട്ടുള്ള ഈ പ്രതിരോധം ഉണ്ടല്ലോ, അപ്പോൾ ആര് വന്നാലും നമ്മൾ ഒരേ രീതിയിലുള്ള ആ ഒരു ഡിഫൻസ് പ്രതിരോധമാണ് തീർക്കുന്നത്. അതാണ് പൊതുവായ പ്രതിരോധം. എന്നാൽ ഈ പൊതുവായ പ്രതിരോധത്തെയും ഭേദിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുക. എന്താണ്? പ്രത്യേകം തിരിച്ചറിയുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ലിംഫോസൈറ്റ് എന്ന ശ്വേത രക്താണുവാണ്. ലിംഫോസൈറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം അറിയാം അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ശ്വേതരക്താണു അഥവാ പ്രതിരോധ സംവിധാനം തീർക്കുന്നവയാണ് ആര്? ലിംഫോസൈറ്റുകൾ. അപ്പോൾ പൊതുവായ ഒരു പ്രതിരോധമുണ്ട്. എന്നാൽ അതിനെയും ഭേദിച്ച് നമ്മുടെ ശരീരത്തിനകത്തേക്ക് രോഗകാരികൾ വരികയാണെങ്കിൽ അവയെ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പ്രത്യേകം തിരിച്ചറിയുന്നു. എന്നിട്ട് നശിപ്പിക്കാനുള്ള കഴിവാർക്കുണ്ട്? ലിംഫോസൈറ്റുകൾക്കുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിംഫോസൈറ്റുകളെ കുറിച്ചാണ്. ലിംഫോസൈറ്റ് എന്ന പോരാളി ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആൻറ്റിജനുകൾ എന്ന് പറയുന്നു. ഓരോ ആൻറ്റിജൻ്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം. എന്താണ്? പ്രത്യേക പ്രതിരോധം. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്തെങ്കിലും ഒരു വസ്തു, ഒരു രോഗാണു പ്രവേശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കൾ അവയൊക്കെ കൂടി പറയുന്ന പേരെന്താണ്? ആൻറ്റിജൻ എന്നാണ്. എന്താണ് പറയുന്നത്? ആൻറ്റിജൻ. അപ്പോൾ ഈ ആൻറ്റിജൻ എന്ന് പറയുന്നത് എന്താണ്? രോഗാണു ആകാം, അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ, വിഷവസ്തുക്കളാകാം.
ഇതിനെയെല്ലാം കൂടി പറയുന്ന പേരാണ് ആൻറ്റിജൻ. കണ്ടല്ലോ, ആൻറ്റിജൻ. ഇനി മാറിപ്പോകരുത്, ഇനി ആൻറ്റിബോഡി എന്നും കൂടി പറയും. അപ്പോൾ ഏതാണ് ആൻറ്റിജൻ, എന്താണ് ആൻറ്റിബോഡി എന്ന് നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ആൻറ്റിജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുവാകാം, അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളോ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ ബോഡീസ് അന്യവസ്തുക്കളോ ഒക്കെ ആവാം. നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്, ആൻറ്റിജൻ. ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ഭവിക്കുന്ന വസ്തുക്കൾ ഏതാണോ അവയെ ആൻറ്റിജനുകൾ എന്ന് പറയും. ഓരോ ആൻറ്റിജൻ്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം. അപ്പോൾ പ്രത്യേക പ്രതിരോധവും പൊതുവായിട്ടുള്ള പ്രതിരോധവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യേക പ്രതിരോധം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആൻറ്റിജൻ ഏതാണെന്ന്, രോഗാണു അഥവാ അന്യവസ്തുക്കൾ ഇവയെല്ലാം കൂടി ചേർന്നാണ് ആൻറ്റിജൻ. ആ ആൻറ്റിജൻ ഏതാണെന്നും അതിൻ്റെ ഘടന എന്താണെന്നും തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന രോഗാണു ഏതാണ്, ഇപ്പോൾ ബാക്ടീരിയ ആകട്ടെ, ബാക്ടീരിയ ആണ്, എന്നാൽ അതിൻ്റെ ഘടന എന്താണ്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും അതിനെതിരെയുള്ള പ്രതിരോധം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ആൻറ്റിജൻ്റെ ഘടന പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തീർക്കുന്ന ആ ഒരു സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം. എന്നാൽ പൊതുവായ പ്രതിരോധത്തിൽ ഇങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. ഏത് രോഗാണു ആയാലും അവയ്ക്കെതിരെയെല്ലാം ഒരേ രീതിയിലുള്ള പ്രതിരോധ സംവിധാനമാണ് തീർക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ലിംഫോസൈറ്റുകൾ എന്ന ശ്വേതരക്താണുക്കളാണ് ഇത്തരത്തിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അപ്പോൾ പ്രത്യേക പ്രതിരോധ സംവിധാനം തീർക്കുന്നത് ആരാണ്? ലിംഫോസൈറ്റുകളാണ്. ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്. ഇവ അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്നു. അപ്പോൾ ലിംഫോസൈറ്റുകൾ എത്ര ഉണ്ട്? 2 തരമുണ്ട്. അവ എവിടെയാണ് രൂപപ്പെടുന്നത്? അസ്ഥിമജ്ജയിലാണ്. ഇവയിൽ അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവയാണ് ബി ലിംഫോസൈറ്റുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ലിംഫോസൈറ്റ് ഉണ്ടെന്ന് അല്ലേ? അതിൽ ഒരു ലിംഫോസൈറ്റ് ആയിട്ടുള്ള ബി ലിംഫോസൈറ്റുകൾ എവിടെ വെച്ച് പാകപ്പെടുന്നു? അസ്ഥിമജ്ജയിൽ വെച്ചാണ് പാകപ്പെടുന്നത്. ബാക്കിയുള്ളവ തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നവയാണ്. അവയെ ടി ലിംഫോസൈറ്റുകൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ 2 തരം ലിംഫോസൈറ്റുകളാണ് ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. ബി ലിംഫോസൈറ്റുകൾ പാകപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണെങ്കിൽ ടി ലിംഫോസൈറ്റുകൾ പാകപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയിൽ വെച്ചാണ്. എന്നാൽ ഇവ രണ്ടും അസ്ഥിമജ്ജയിലാണ് രൂപപ്പെടുന്നത്. പാകപ്പെടുന്നതും രൂപപ്പെടുന്നതും രണ്ടും വേറെ വേറെയാണ് കേട്ടോ. അസ്ഥിമജ്ജയിൽ വെച്ച് രൂപപ്പെടുകയാണെങ്കിൽ കൂടി ബി ലിംഫോസൈറ്റ് പാകപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചും ടി ലിംഫോസൈറ്റ് പാകപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയിലും വെച്ചാണ്. ഇനി ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകം ഫങ്ഷൻസ്, ധർമ്മങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായി നമുക്ക് നോക്കാം ബി ലിംഫോസൈറ്റുകളെ കുറിച്ച്. ബി ലിംഫോസൈറ്റുകൾ ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ഇവ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് ആൻറ്റിബോഡികൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ആൻറ്റിജനും വരും ആൻറ്റിബോഡിയും വരും, രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻറ്റിജൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെയോ അല്ലെങ്കിൽ അന്യവസ്തുക്കളെയോ ആണ്. എന്നാൽ ഈ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവയ്ക്കെതിരെ ചില പ്രോട്ടീനുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ആൻറ്റിബോഡി. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നവയെ ആൻറ്റിജൻ എന്ന് പറയുന്നു. എന്നാൽ ആൻറ്റിജനെതിരെ പ്രവർത്തിക്കുന്നവയെ എന്ത് പറയും? ആൻറ്റിബോഡി എന്ന് പറയും. അപ്പോൾ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയാണ് ബി ലിംഫോസൈറ്റുകളുടെ പ്രധാന കർമ്മം. 3 രീതികളിലാണ് ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അപ്പോൾ ആൻറ്റിബോഡി ഉണ്ടായിട്ടോ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു ബാക്ടീരിയ വന്നു, അതെന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിജനാണ്. ഈ ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ശരീരം എന്തുണ്ടാക്കും? ആൻറ്റിബോഡി ഉണ്ടാക്കും അല്ലേ? ഇനി ഈ ആൻറ്റിബോഡി എങ്ങനെയൊക്കെയാണ് ഈ രോഗാണുവിനെ, അതായത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് വന്നിട്ടുള്ള ആ ബാക്ടീരിയയെ കൊല്ലുന്നത് അഥവാ നശിപ്പിക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? 3 രീതിയിലാണെന്ന് പറഞ്ഞു അല്ലേ? ഒന്നാമത്തെ രീതിയാണ് ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ബാക്ടീരിയയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അവയുടെ കോശസ്തരത്തെ ശിഥിലീകരിക്കുക പറഞ്ഞാൽ എന്താ? കട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ബാക്ടീരിയയുടെ കോശസ്തരത്തെ കട്ട് ചെയ്ത്, അതായത് ശിഥിലീകരിച്ച് നശിപ്പിക്കുകയാണ് ഒരു രീതി. ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്ന രീതിയാണ് മറ്റൊന്ന്. അപ്പോൾ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വന്നു അല്ലേ? അവ എന്ത് ഉൽപ്പാദിപ്പിക്കും? വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. അപ്പോഴല്ലേ ശ്വേതരക്താണുക്കൾ അതിനെതിരെ രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നത്? അപ്പോഴല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉയരുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആൻറ്റിജൻ അഥവാ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിഷാംശം ഉണ്ടാക്കുന്നുണ്ട്. ഈ വിഷാംശത്തെ നിർവീര്യമാക്കുന്നതിലൂടെ നമുക്ക് രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു രീതി നോക്കൂ. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ ലിംഫോസൈറ്റുകൾ മാത്രമല്ല അല്ലേ നമ്മുടെ ശരീരത്തിൽ ശ്വേതരക്താണുമായിട്ടുള്ളത്? ബാക്കിയുണ്ട് അല്ലേ? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ഈസനോഫിൽ, ഇതൊക്കെ ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കാനും എന്തുകൊണ്ട് സാധിക്കും?
ആൻറ്റിബോഡികൾ കൊണ്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഈ 3 രീതിയിലാണ് ബി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നത്? ആൻറ്റിബോഡികളിലൂടെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഇനി നമുക്ക് ടി ലിംഫോസൈറ്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മം എന്തൊക്കെയാണ്? മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക, വൈറസ് ബാധിച്ചിട്ടുള്ള കോശങ്ങളെ നശിപ്പിക്കുക, മറ്റ് പ്രതിരോധ കോശങ്ങളെ, പ്രതിരോധ സംവിധാനത്തിൽ ആരൊക്കെയാണ് ഏർപ്പെടുന്നത് അത്തരത്തിലുള്ള കോശങ്ങളെല്ലാം ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? ടി ലിംഫോസൈറ്റുകളാണ്. ബി ലിംഫോസൈറ്റ് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആൻറ്റിബോഡി. അങ്ങനെ ആലോചിച്ചാൽ മതി. ബി ലിംഫോസൈറ്റ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. ടി ലിംഫോസൈറ്റ് ആണെങ്കിൽ മറ്റുള്ള കോശങ്ങളെല്ലാം ഉത്തേജിപ്പിക്കുക, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുക, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക. ഇതൊക്കെയാണ് ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മം. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. രക്തവും പ്രതിരോധ പ്രവർത്തനങ്ങളും. രക്തവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അവിടെ 3 രീതി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ശരീരോഷ്മാവ് ഉയർത്തൽ, അല്ലേ? ശരീരോഷ്മാവ് ഉയർത്തുക എന്ന് പറയുന്നത് പനി ഉണ്ടാവുക, അല്ലേ? അതൊരു പ്രതിരോധ പ്രവർത്തനമല്ലേ? നമ്മുടെ ശരീരത്തിനകത്തേക്ക് രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ശരീരോഷ്മാവ് ഉയർത്തലാണ്. ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനം ബി ലിംഫോസൈറ്റുകളുടെ കർത്തവ്യമല്ലേ? ആൻറ്റിബോഡികൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊന്ന് ഫാഗോസൈറ്റോസിസ്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക. അതെന്താണ്? ഒരു പ്രതിരോധ പ്രവർത്തനമാണ്, അല്ലേ? മുറിവുണങ്ങൽ, രക്തം കട്ട പിടിക്കൽ, പിന്നെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കൽ. ഇതെല്ലാം രക്തവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ എഴുതി ചേർക്കണം കേട്ടോ. നെക്സ്റ്റ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആൻറ്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു, ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ആൻറ്റിബോഡി എന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. ആര്? ബി ലിംഫോസൈറ്റ്. അങ്ങനെ ആൻറ്റിബോഡി എന്ന ആ ഒരു പ്രോട്ടീന് പറയുന്ന പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. എന്താ പറയുന്നത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. വൈ ആകൃതിയുള്ള ഒരു പ്രോട്ടീനാണിത്. കണ്ടോ, ഇവിടെ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? വൈ അല്ലേ ഇതിൻ്റെ ഷേപ്പ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈ ഷേപ്പാണ് കേട്ടോ. വൈ ആകൃതിയാണ്. ഇതിൻ്റെ അറ്റങ്ങളിൽ ആൻറ്റിജനുകളെ ബന്ധിപ്പിക്കുന്ന പ്രത്യേക ഭാഗങ്ങളുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ അറ്റം എന്ന് പറയുന്നത്. ഈ ആൻറ്റിബോഡിയുടെ അറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എന്തുണ്ട്? ഈ ആൻറ്റിബോഡികളുടെ അറ്റത്ത് ആൻറ്റിജനുകളെ ബന്ധിപ്പിക്കുന്ന, ആൻറ്റിജൻ എന്ന് പറയുന്നത് രോഗാണുക്കളോ അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ മറ്റു രാസവസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്ത് പറയും? ആൻറ്റിജൻ എന്ന് പറയും, അല്ലേ? ഇങ്ങനെ ആൻറ്റിജനെ ബന്ധിപ്പിക്കാനുള്ള ഭാഗങ്ങൾ എവിടെയുണ്ട്? ഈ ഒരു ഏറ്റവും ടിപ്പ് പോർഷനിലുണ്ട്. ഈ ഭാഗങ്ങൾ ആൻറ്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു ആൻറ്റിബോഡിയുടെ ഏറ്റവും അറ്റത്തുള്ള ഭാഗങ്ങളാണ് ഏതെങ്കിലുമെല്ലാം ആൻറ്റിജനുകൾ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവയെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. IgA, IgD, IgE, IgG, IgM എന്നിങ്ങനെ 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബിനുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് പറഞ്ഞത്? A, D, E, G, M 5 കേട്ടോ. IG എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതാണ് IG, ഇമ്മ്യൂണോ, IG എന്ന് പറയുന്നത് ഗ്ലോബുലിൻ. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ലിംഫും പ്രതിരോധവും. ലിംഫിനെ കുറിച്ച് നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ലിംഫിനെ കുറിച്ചിട്ടൊക്കെ. ലിംഫ് വ്യവസ്ഥയുടെ ചിത്രീകരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടോ, ലിംഫ് വാഹി, സ്പ്ലിൻ, ലിംഫ് നോഡ് ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ലിംഫ് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നതുമായ ലിംഫ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ രക്തത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ രക്തം എന്ന് പറയുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമാണല്ലേ? രക്തം നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അതേപോലെ തന്നെയാണ് ലിംഫും നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ലിംഫ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? രക്തത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നത് എന്താണ്? ലിംഫ് തന്നെയാണ്. ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകളും കാണപ്പെടുന്നുണ്ട്. പഠിക്കാൻ എളുപ്പമാണ്. ലിംഫിൽ ധാരാളം ലിംഫോസൈറ്റുകൾ കാണപ്പെടുന്നു. ഇവ രോഗകാരികളായ ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വെച്ച് നശിപ്പിക്കുന്നു. അപ്പോൾ ലിംഫിലിതേ ഇതാണ് സ്പ്ലീൻ, ഇതാണ് ലിംഫ് നോഡ്. അതായത് ഈ ലിംഫോസൈറ്റുകളെല്ലാം ലിംഫ് നോഡിലും സ്പ്ലീനിലും വെച്ച് രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകളെല്ലാം എന്ത് ചെയ്യും? നശിപ്പിക്കും. എവിടെയൊക്കെ വെച്ചിട്ടാണ്? സ്പ്ലീനിലും ലിംഫ് നോഡിലും വെച്ചിട്ടാണ് ലിംഫോസൈറ്റുകൾ രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത്. സ്പ്ലീൻ, ലിംഫ് നോഡ്, ലിംഫ് വാഹി എന്നൊക്കെ പറയുന്നത് എന്താണ്? ലിംഫ് വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. ലിംഫ് രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തിരിച്ച് പുനരാഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിംഫും പ്രതിരോധവും എന്ന ആ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പനി എന്ന പ്രതിരോധ പ്രവർത്തനത്തെക്കുറിച്ചായിരുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞത് ലിംഫോസൈറ്റുകളാണ്. ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞത് ലിംഫും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെയും കുറിച്ചായിരുന്നു.
ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക്